സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാവ് ആണ് നമ്മുടെ പ്രധാന വിഷയം. അതെന്ന് പറയാൻ പൊറോട്ട എടുത്ത് മാവല്ല കേട്ടോ. നമ്മളിത് ഗ്രാഫ്റ്റ് സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാവ് ആണ് നമ്മുടെ പ്രധാന വിഷയം. അതെന്ന് പറയാൻ പൊറോട്ട എടുത്ത് മാവല്ല കേട്ടോ. നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന മാവിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മാവിൻ്റെ വിലയൊക്കെ നിങ്ങൾക്കറിയാവോ? എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എല്ലാം കൃഷിയാണ്, അതുകൊണ്ട് എനിക്ക് മാവിൻ്റെ വിലയൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ പ്രഷറായി നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, പാം ഓയിൽ ഇതെല്ലാം നിങ്ങൾ കൃഷി ചെയ്യുന്നതാണോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബാക്കി പൊതുവേ നമ്മൾ ഈ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കുന്നതാണ്. അതായത് മാവ്, ചീര, ഇങ്ങനെ സംഭവങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്ത് പൊതുവേ എടുക്കുന്നതാണ്. അത്യാവശ്യം പിന്നെ പണ്ടൊക്കത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെ നാണ്യവിള എന്നൊക്കെ പറയാൻ ഏലം, കുരുമുളക് ഇതൊക്കെയാണ്. ഇപ്പോഴാണേലോ അതൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ്, സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെ ഫേസ്ബുക്ക് സബ്സ്ക്രിപ്ഷൻ അതൊക്കെ ആയിട്ട് നമ്മുടെ ചുറ്റുപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ മൊബൈലിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളിപ്പോൾ ഇത് ഏകദേശം അതൊക്കെ വിട് നമുക്കിപ്പം മാവ് നമ്മൾ നടുവാണ്. ഏകദേശം നമ്മളിത് ഒരു കമ്പോസ്റ്റും ചാരവും കൂടെ കൂടി ഒരു മിശ്രിതം ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ടിരിക്കുകയാണ്. വളർച്ച പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഏകദേശം നമ്മൾ ഒരാഴ്ചയായിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ അധികം ഇടണ്ട, നമ്മളൊരു വളർന്നു കഴിയുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഒന്ന് ഇട്ടാൽ മതി. അത് ഏകദേശമൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ കവർ പൊട്ടിച്ച് ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ്. ഇത് നല്ല ചുറ്റും ഇളക്കമുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു കുഴി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ മണ്ണിളക്കം വേണം. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് മണ്ണ്. ഏകദേശം നല്ലപോലെ കമ്പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയിലേക്ക് ഇത് നമ്മൾ അധികം താഴ്ചയിലേക്ക് കുഴി വേണ്ട, മണ്ടയിലേക്കും വെക്കേണ്ട. അടിക്ക് നല്ല മണ്ണിളക്കം വേണം. അതിനുവേണ്ടി നല്ലപോലെ ഇളക്കി, ആ ചുറ്റുപാട് നമ്മൾ ഇളക്കിയിട്ടിരുന്ന ഒരു മണ്ണാണ്, മണ്ണുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഴിയിലേക്ക് മാത്രം ഇട്ടുക. നല്ലപോലെ മൂടി വൃത്തിയാക്കുക. നല്ലപോലെ മൂടി വൃത്തിയാക്കിയതിന് ശേഷം ദിവസവും പരിപാലിക്കണം. നമ്മൾ ഈ മൊബൈൽ രാവിലെയും വൈകിട്ടും എല്ലാവരും എടുത്ത് ഞെക്കും. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളൊരു മാവിനെയും പരിപാലിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ എങ്ങനെയാണ് സേഫായിട്ട് കൊണ്ടുപോകുക, അതേ രീതിയിൽ തന്നെ ഈ മാവ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. എങ്കിൽ നമുക്ക് നല്ലപോലെ ഫലമൊക്കെ ലഭിച്ചിരിക്കും. ഏകദേശമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചവിട്ടി കൊടുക്കുന്ന നല്ലതാണ്. കാരണം മഴയൊക്കെ വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ചരിഞ്ഞ് പോകാനൊക്കെ ആയിട്ട് പറ്റും. അതിനായിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് ചവിട്ടി റെഡിയാക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത മാവാണ്. നമുക്ക് ഇത് പൂത്ത് വയ്ക്കുന്നൊരു മാവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇതിലെ കായെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അതായത് നമ്മളത് കളയുന്നില്ല, ചെറുതായിട്ടൊന്ന് തടവൊക്കെ ആക്കി റെഡിയാക്കി കൊടുക്കുക. ഏകദേശം ഒരു വളർന്നതിന് ശേഷം മതി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇച്ചിരി സ്ലറി ഒഴിച്ച് റൗണ്ടിലൊന്ന് കൊടുക്കുക. പിന്നെ ചാണകപ്പൊടി ഇതുപോലുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ മാസം ചാർജ് ചെയ്യുന്ന പോലെ, മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ മാസം ഇതിന് വേണ്ട ആവശ്യങ്ങൾ, അതായത് കൊന്നച്ചവർ റീചാർജ് ചെയ്യലേ മൊബൈൽ, അതുപോലെ തന്നെ കൊന്നച്ചവർ എല്ലാം ഇങ്ങോട്ട് റെഡിയാക്കുക. എല്ലാ മാസം ഒരു ദിവസം കൂടുമ്പോൾ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ പൂത്ത് കഴിക്കുന്ന ഇപ്പം നമുക്ക് വളർത്തുന്നുണ്ട്. ഏകദേശം ഒരു 8 മാസം, ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക്, 7 മാസം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായാകാൻ വേണ്ടി പൂവുണ്ടാവും. ആ പൂവ് വളർന്നു വരുന്നതിനിപ്പുറം തന്നെ ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കട്ടർ ഉപയോഗിച്ച് അങ്ങോട്ട് കട്ടി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കാരണം അതിലൂടെ ഇപ്പോൾ ഒരു മാവ് വളരാനുള്ള ശേഷി അതിൻ്റെ ശിഖരങ്ങൾക്കും കമ്പുകൾക്കും ഇല്ല. അത് നമ്മൾ ആക്കിയെടുക്കണം ഒരു 6-7 മാസം കൊണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ റെഡിയാകും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മൊബൈൽ ചാർജ് കുത്തിയിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. നമ്മുടെ ഇതിൻ്റെ ചുവടെ വറ്റിപ്പോകാനായിട്ട് ഒരിക്കലും പറ്റില്ല. എല്ലാവർക്കും സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ ഒരു